ജയരാജനും പത്മകുമാറും വരാത്തതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. പത്മകുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇതിന് മുമ്പ് തന്നെയും അങ്ങനെ പൂർണ്ണമായും ഒരു പാർട്ടി ലൈനിലൊപ്പമാണോ നിൽക്കുന്നത്, വർത്തമാനം പറയുന്നതെന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇപ്പം CPI-ൻ്റെ സമ്മേളനം കൊല്ലത്ത് നടക്കുന്നു. ആ സമ്മേളനം വളരെ ഗഹനമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. സാധാരണ CPM-ൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ആളുകൾക്കൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കേരളത്തിലെ മനുഷ്യർക്ക് CPM-ൻ്റെ സമ്മേളനം എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഇവൻ്റാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ CPM ഭരിക്കുന്ന പാർട്ടിയാണ്. ആ ഭരിക്കുന്ന പാർട്ടിയുടെ നയപരിപാടികൾ, സർക്കാരിൻ്റെ നയങ്ങൾ, സർക്കാരിലെ മന്ത്രിമാരുടെ പെർഫോമൻസ്, ഇതൊക്കെ പാർട്ടി പരിശോധിക്കുമോ, ആഴത്തിലെടുക്കുമോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ ഒരു ആകാംക്ഷയോട് നമ്മൾ നോക്കുമല്ലോ. പക്ഷേ ഇത്തവണത്തെ സമ്മേളനത്തിന് കൊടിയേറിയതും നടന്നതും അവസാനിച്ചതും കേരളത്തിലെ ജനറൽ പബ്ലിക്കിന് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നാത്തതിൻ്റെ കാരണം മാർക്സിസം എന്ന ആശയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സെറ്റപ്പിനോടൊക്കെ ആൾക്കാരുടെ പുച്ഛവും അവഗണനയോ പരിഹാസമോ ഒന്നും കൊണ്ടല്ല, മറിച്ച് ആ പാർട്ടിക്കകത്ത് വളരെ ജൈവികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഓരോ മന്ത്രിമാരെയും എഴുതിരിച്ച് അവരുടെ പ്രവർത്തന പരിപാടികൾ, അവരുടെ പെർഫോമൻസ് പരിശോധിക്കുന്നു, മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഓഡിറ്റ് ചെയ്യുന്നു, മുഖ്യമന്ത്രി കൊണ്ടുവരുന്ന നയരേഖ ആരാണ് ഉണ്ടാക്കുന്നത്, അത് എവിടെ നിന്നുണ്ടാക്കി, പാർട്ടി ലൈനിന് ഒപ്പമാണോ എന്നതിലേക്കുള്ള വിമർശനങ്ങളും വിയോജിപ്പുകളുണ്ട്. ഇതൊന്നും അവിടെ ഇല്ല, ഉണ്ടാകുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നതുമില്ല. അത് CPI-ൻ്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാം തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ്. ഒരേ ഒരു നേതാവ് മാത്രമുള്ള ഒരു പാർട്ടിയിൽ ജൈവികമായ ഇത്തരം ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് സമ്മേളനം എന്തോ ഗൗരവതരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. ആ സമ്മേളനത്തിൽ ചിലപ്പോൾ സർക്കാരിൻ്റെ ചില നയങ്ങളെ സഖാക്കൾ തിരുത്തിയേക്കും, പോലീസിനെ സഖാക്കൾ തിരുത്തിയേക്കും, ഈ പോക്ക് ശരിയല്ല എന്നൊരു സഖാവെങ്കിലും പറഞ്ഞേക്കും. അപ്പോഴാണ് സമ്മേളനത്തിന് വാല്യൂ ഉണ്ടാകുന്നത്. ആ വാല്യൂ ഇത്തവണ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് P. ജയരാജൻ തഴയപ്പെട്ടതോ, മേഴ്സിക്കുട്ടിയമ്മ തഴയപ്പെട്ടതോ, പത്മകുമാർ തഴയപ്പെട്ടതോ ജനങ്ങൾക്കൊരു പ്രധാനപ്പെട്ട വാർത്തയല്ല. കാരണം എന്താണ്? അടിസ്ഥാന മൗലിക ജോലി എന്താണോ സമ്മേളനത്തിന്, അത് നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു വ്യക്തിയിലേക്കെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ജനാധിപത്യ സ്വഭാവം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. ഇതിപ്പോൾ കൊറിയയിലെ പാർട്ടി എടുക്കാം, ലേബർ പാർട്ടി, അവിടെ ഉണ്ട്, വർക്കേഴ്സ് പാർട്ടിയിലും ഉണ്ട്, സമ്മേളനങ്ങൾ കമ്മിറ്റിയൊക്കെ ഉണ്ട്, പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉണ്ട്. BJP-യുടെ നേരത്തെ അജിത് സോർ, BJP-യിൽ നാഷണൽ എക്സിക്യൂട്ടീവും വലിയ കമ്മിറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ആർക്കും ഒരു എതിരഭിപ്രായമില്ല, തീരുമാനങ്ങളിൽ ആർക്കും പങ്കാളിത്തവും. എല്ലാം തീരുമാനിക്കുന്നത് അമിത്ഷായും മോദിയും ചേർന്നിട്ടാണ്. അവിടെ തീരുമാനിക്കുന്നത് കിം ജോങ് ഉന്നാണ്. ഇവിടേക്ക് വരുമ്പോൾ തീരുമാനം എടുക്കുന്നത് പിണറായി വിജയനാണെന്നും അതിനപ്പുറത്തേക്ക് തീരുമാനത്തിൽ പങ്കാളികളാകാനോ, അഭിപ്രായം പറയാനോ, വിയോജിക്കാനോ, വിമർശനം ഉന്നയിക്കാനോ ഒരാൾക്കും സ്വാതന്ത്ര്യവും സ്പേസും ഇല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നിടത്ത് ആ സമ്മേളനത്തോടുള്ള ജനങ്ങളുടെ ഒരു സമീപനത്തിലെ ആഴമുണ്ടല്ലോ, ഒരു സമ്മേളനത്തിലെ കാണുന്നത്, അതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന മട്ടിലാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. നമ്മൾ പ്രത്യേകമായി കണ്ട കാര്യമാണ്. ഇതിന് മുമ്പുള്ള സമ്മേളനങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. CPM-ൻ്റെ സമ്മേളനത്തോട്, പ്രത്യേകിച്ച് ഭരിക്കുന്ന സമയത്തെ സമ്മേളനത്തോട് ജനങ്ങൾക്കുള്ള സമീപനമെങ്കിൽ ഇത്തവണ അത് മാറി. കാരണം അതൊരു കമ്മിറ്റി ആയാലും സമ്മേളനമായാലും, സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോഴായാലും സമ്മേളനം ചേരുമ്പോഴായാലും എല്ലാം അധികമായൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതുകൊണ്ട് അവരതിനെ ആ നിലയ്ക്ക് എടുക്കുന്നുള്ളൂ. അത് ഞാൻ പരിഹാസത്തിൻ്റെ എലമെൻ്റായിട്ട് പറയില്ല കേട്ടോ, അത് ആ പാർട്ടിയുടെ അലവിനായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയാലും നിങ്ങൾ എവിടെ നിന്നും കേട്ടോ സമ്മേളനത്തിൽ നിശിതമായ വിമർശനം? ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ പലപ്പോഴും സമ്മേളനത്തിൽ നിശിതമായ വിമർശനം വരുന്നു, പോലീസിൻ്റെ പോക്ക് ശരിയല്ല, അല്ലെങ്കിൽ മന്ത്രിമാർ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്നും കേട്ടില്ല, ഇതൊന്നും എവിടെയുമില്ല. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ ഒരു നവ കേരള രേഖ ഉണ്ടാക്കി വായിക്കുന്നു. ആരാണ് ഈ രേഖ ഉണ്ടാക്കിയത്? പാർട്ടിയുടെ എന്തെങ്കിലും കമ്മിറ്റികൾക്കകത്ത് അതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നോ? പാർട്ടി നയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എഴുതി ഉണ്ടാക്കിയതാണോ? ഈ നയരേഖ എങ്ങനെയാണ് പാർട്ടിയുമായിട്ട് ചേർന്ന് പോവുക? നമ്മൾ കൊട്ടിഘോഷിച്ച് നടന്ന ഒരു കേരള മോഡൽ ഉണ്ടല്ലോ, ആ കേരള മോഡലിനെ കംപ്ലീറ്റ് അവസാനിപ്പിക്കുന്നതാണ് ഈ പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന രേഖ. സൗജന്യങ്ങളെല്ലാവർക്കും കൊടുക്കേണ്ടതില്ല. ഈ പറഞ്ഞ നമ്മുടെ നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഗവൺമെൻറ് ഹോൾഡ് ചെയ്യേണ്ടതില്ല, അത് നഷ്ടത്തിലോടൊന്നും തോന്നിയാൽ സ്വകാര്യ വ്യക്തികൾ വരട്ടെ, അവരും കൂടി ചെയ്യട്ടെ. ഇതെന്താണ്? ഇത് ശരിക്കും നമ്മുടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരള മോഡലിൻ്റെ നേരെ വിപരീതമാണ്. അപ്പോൾ കേരള മോഡലിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണോ, എന്നിട്ട് നമ്മൾ വേറൊരു ഷിഫ്റ്റ് എടുക്കുകയാണോ എന്നീ ചോദ്യങ്ങളൊക്കെ ഉയരണം. ഇതെവിടെയാണ് ഡിസ്കസ് ചെയ്തത്? ഏത് പാർട്ടിയിലാണ്? ഇതൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ മനോഹരമെന്നതിൽ എല്ലാവരും കൈയടിക്കുന്നു. അപ്പോൾ കൈയടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആൾക്കാർ ഇതിനെ കാണുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ്.